ഹലോ, വെൽക്കം ടു നുസ്റ്റു ഫ്ലേവേഴ്സ്. ഇന്നത്തെ റെസിപ്പി കുക്കറിൽ പെട്ടെന്ന് കൂടുതൽ സ്പൈസസ് ഒന്നും ചേർക്കാതെ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ടൊമാറ്റോ റൈസ്. 10 മിനിറ്റ് മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. വരൂ, വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ബാസ്മതി റൈസ് എടുത്തിട്ടുണ്ട്, 1.5 സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ബിരിയാണി മസാല. ബിരിയാണി മസാല ഇല്ലെങ്കിൽ 3/4 ടീസ്പൂൺ ഗരം മസാലയ്ക്ക് പകരം 1 ടീസ്പൂൺ ഗരം മസാല ചേർത്താൽ മതി. കുറച്ച് മല്ലിയില അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. കുക്കർ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഹോൾ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല. അവർക്കത് വായിൽ കിട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കും. എണ്ണ ചൂടാവുമ്പോൾ ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുന്നവരെ വഴറ്റാം. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ബിരിയാണി മസാല, ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലപോലെ വെന്തുടഞ്ഞ് പൊടിയുടെ മണമൊക്കെ മാറി കിട്ടുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. മല്ലിയിലയും ഫ്രൈ ചെയ്ത കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ആദ്യം തന്നെ കുക്കറിൽ എണ്ണ ഒഴിച്ച് സവാള ചേർക്കുന്നതിന് മുമ്പ് ചേർക്കാവുന്നതായിരുന്നു, പക്ഷേ ഞാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് തനിയെ ഫ്രൈ ചെയ്ത് ചേർത്തിട്ടുള്ളത്. ഇതിലോട്ട് കഴുകി വൃത്തിയാക്കിയ ബാസ്മതി റൈസും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് അരി 2 മിനിറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് കണക്ക്. പക്ഷേ നമ്മളിവിടെ വെജിറ്റബിൾസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ 1/4 കപ്പ് മതിയാവും. നല്ലപോലെ ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. പ്രഷർ മൊത്തം മാറിയതിന് ശേഷം തുറന്നു നോക്കാം. അടിയിലൊന്നും പിടിക്കാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ടൊമാറ്റോ റൈസ് കിട്ടിയിട്ടുണ്ട്. രാവിലത്തെ തിരക്കിൻ്റെ ഇടയിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത്. കുട്ടികൾക്ക് സ്കൂളിൽ ഇതിൻ്റെ കൂടെ ബോയിൽഡ് എഗ്ഗോ പൊട്ടാറ്റോ ചിപ്സോ കൊടുത്തുവിടാം. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.